ഇന്ത്യക്ക് ഇറാൻ യുദ്ധത്തിൽ ഒരു പങ്കുമില്ല. യുദ്ധത്തിൽ ഇറാനെയോ അമേരിക്കയെയോ ഇസ്രായേലിനെയോ ഇന്ത്യ പിന്തുണയ്ക്കുന്നുമില്ല. പക്ഷേ മറ്റു രാജ്യങ്ങളെ പോലെ യുദ്ധാനന്തരം ഇന്ത്യയിലും ഊർജ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഭയം തുടങ്ങി. ആദ്യ ദിവസങ്ങളിൽ എണ്ണക്ഷാമം എന്നതാണ് ഇന്ത്യയെ ഉലച്ചത്. എന്നാൽ ഇന്ധന പമ്പുകളിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടായില്ല. അതോടെ ജനങ്ങൾ ശാന്തരായി. പിന്നാലെ ശരിക്കും ക്ഷാമം നേരിട്ടു. പെട്രോളിനോ ഡീസലിനോ അല്ല, LPG സിലിണ്ടറുകൾക്ക്. LNG ഉൾപ്പെടെ വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഇറാനിൽ നിന്ന് മുംബൈയിലെത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം ക്ഷാമം തീരുമെന്ന് കരുതാം. കൂടുതൽ കപ്പലുകൾ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും കപ്പലുകളെ മാത്രമേ ആക്രമിക്കൂവെന്ന് ഇറാൻ പറഞ്ഞതും ലോകത്തിന് തന്നെ ആശ്വാസമാണ്. എങ്ങനെയാണ് ഇന്ത്യ ഇന്ധനക്ഷാമം മുന്നിൽ കണ്ട് ആ പ്രതിസന്ധി ഒഴിവാക്കിയത്? അതിൽ പ്രധാന നീക്കമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ ചെലവിൽ എണ്ണ വാങ്ങിയത്. ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യൻ എണ്ണ പ്രധാനമായും വാങ്ങുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി. കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ ലഭിച്ചത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കാൻ സഹായിച്ചു. 2022 ശേഷമാണ് പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും കുറഞ്ഞ നിരക്കിൽ റഷ്യൻ അസംസ്കൃത എണ്ണ ഇന്ത്യ വൻതോതിൽ ഇറക്കുമതി ചെയ്തത്. ഇത് ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 20% വരും. 2025 അവസാനത്തോടെ ഇറക്കുമതി അല്പം കുറഞ്ഞുവെങ്കിലും ദുബായ് അധിഷ്ഠിത ബ്രോക്കർമാർ വഴി റഷ്യയിൽ നിന്ന് ഇന്ത്യൻ കമ്പനികൾ എണ്ണ വാങ്ങുന്നത് തുടർന്നു. അത് 3 ഭൂഗർഭ അറകളിലായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ബാക്കപ്പ് പ്ലാൻ. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്ത്യയുടെ ഊർജ ആവശ്യത്തിനുള്ള എണ്ണയും LPGയും ഉൾപ്പെടെയുള്ളവ ഏകദേശം 90% ഇറക്കുമതി ചെയ്യുന്നതാണ്. ആവശ്യമായ LPGയുടെ 60%, LNGയുടെ 50% ഇറക്കുമതി ചെയ്യുന്നു. ഇറാൻ യുദ്ധം ആ വരവിനെ തടസ്സപ്പെടുത്തി. ഇത്തരമൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടില്ലെങ്കിലും സംഭരണം എന്ന ആശയത്തിലേക്ക് ഇന്ത്യ 10 വർഷം മുൻപ് തന്നെ എത്തിയിരുന്നു. അതിനായി ശ്രമവും തുടങ്ങിയിരുന്നു. വർഷങ്ങളായി ഇന്ത്യ ഊർജ സുരക്ഷ ശക്തമാക്കി നിർത്തിയിട്ടുണ്ട്. ഭൂഗർഭ സംഭരണ ഗുഹകളുടെ ഒരു ശൃംഖല വഴി എണ്ണ സംഭരണം ഉറപ്പാക്കുന്നു. പാകിസ്ഥാൻ പോലുള്ള ചില രാജ്യങ്ങൾ ലോക്ക്ഡൌൺ മോഡിലേക്ക് പോയപ്പോൾ ഇന്ത്യയിൽ ജീവിതം സാധാരണമായി പോകുന്നത് അതുകൊണ്ടാണ്. പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ വാക്കുകൾ പ്രകാരം ഇന്ത്യക്ക് 25 ദിവസത്തേക്കുള്ള എണ്ണ ശേഖരമുണ്ട്. സ്ട്രാറ്റജിക് ഓയിൽ റിസർവുകൾക്ക് പുറമെയാണ് ഇത്. കുക്കിംഗ് ഗ്യാസ് അല്ലെങ്കിൽ LPG ഏകദേശം 25 മുതൽ 30 ദിവസത്തേക്ക് ലഭ്യമാണ്. പ്രധാനമായും വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന LNG ലഭ്യത ഏകദേശം 10 ദിവസത്തേക്കാണ്. ഇന്ത്യയുടെ ധൈര്യം 3 എണ്ണ സംഭരണ ഗുഹകളാണ്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലെ, മംഗളൂരു കർണാടകയിലെ, തമിഴ്നാട്ടിലെ പാടൂർ ഇവിടങ്ങളിൽ നിർമ്മിച്ച ഗുഹകൾ. അവയിൽ ഏറ്റവും പഴയത് വിശാഖപട്ടണത്തിലാണ്. ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് 10 വർഷം മുൻപ് വികസിപ്പിച്ചതാണ് ഇത്. ഈ ഗുഹകൾ ചേർന്ന് ഏകദേശം 5.33 മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ അഥവാ 40 മില്യൺ ബാരൽ സൂക്ഷിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ഏകദേശം 10 ദിവസത്തെ ആവശ്യത്തിന് ഇത് തികയും. അത്തരത്തിലുള്ള ഭൂഗർഭ സൗകര്യങ്ങളുടെ ഗുണം എന്തെന്നാൽ അവ പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങൾക്കും പ്രകൃതി വിപത്തുകൾക്കും തകർക്കാൻ കഴിയാത്ത തരത്തിൽ സുരക്ഷിതമായി നിലനിൽക്കുമെന്നതാണ്. കൂടാതെ ഇവയ്ക്ക് കുറഞ്ഞ പ്രവർത്തന ചെലവാണ് ഉള്ളത്. ഭൂഗർഭ അറകളിൽ ആയതിനാൽ എണ്ണ ചോർച്ച കാരണമുള്ള അപകടങ്ങളും ഒഴിവാക്കാം. സർക്കാർ ഇതുവരെ ഈ റിസർവുകൾ ഉപയോഗിച്ചിട്ടില്ല. അത്യാവശ്യം വരുമ്പോൾ മാത്രം ഇത് ഉപയോഗിക്കും. മറ്റൊരു ഇറക്കുമതി ഒരുക്കാനുള്ള സമയം നൽകുകയും ചെയ്യുന്നു. ഊർജ സുരക്ഷ ഒരുക്കുന്നതിന്റെ മറ്റൊരു മാർഗം ഇറക്കുമതിയിലെ വൈവിധ്യമാണ്. ഇന്ത്യ ഇപ്പോൾ യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, വെസ്റ്റ് ആഫ്രിക്ക തുടങ്ങി 40 രാജ്യങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നത്. അതിനാൽ ഇപ്പോൾ ഇന്ത്യയിലെ ക്രൂഡ് ഇറക്കുമതി ഏകദേശം 70% ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കിയുള്ള മാർഗങ്ങളിൽ കൂടിയാണ് വരുന്നത്. മുൻപ് ഏകദേശം 50 മുതൽ 55% മറ്റ് മാർഗങ്ങളിൽ കൂടി വന്നിരുന്നത്. ഇതാണ് ഊർജ സുരക്ഷയിൽ ഇന്ത്യ ഫസ്റ്റ് എന്ന സർക്കാർ മുദ്രാവാക്യത്തിന്റെ ഫലം. പാശ്ചാത്യ ഉപരോധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കുമീതെ പറക്കാൻ ഇത് ഇന്ത്യയെ സഹായിച്ചു. ഇന്ത്യയുടെ നയം ലഭ്യമായ രാജ്യങ്ങളിൽ നിന്ന് വില കുറഞ്ഞ ഉയർന്ന ഗുണമേന്മയുള്ള എണ്ണ വാങ്ങുക എന്നതാണ്. ഏറ്റവും മികച്ച ഉദാഹരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നീരസമുണ്ടാക്കി. നടപടി ഉക്രൈനിലെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതാണ് എന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യ എണ്ണ വാങ്ങുമ്പോൾ ലഭിക്കുന്ന പണം റഷ്യ ഉക്രൈനെതിരായ യുദ്ധത്തിന് ഉപയോഗിക്കുമെന്നാണ് ട്രംപിന്റെ വാദം. അതുകൊണ്ട് ശിക്ഷാ നടപടി എന്നോണം ഇന്ത്യക്ക് മേൽ 25% അധിക നികുതി ചുമത്തി. ഇറാൻ യുദ്ധം തുടങ്ങി എണ്ണ സഞ്ചാരം തടസ്സപ്പെട്ട് ലോകവിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ട്രംപ് ഇന്ത്യയോട് പറഞ്ഞു. അത് ട്രംപിന്റെ അനുമതി എന്നാണ് പറഞ്ഞത്. യൂറോപ്യൻ രാജ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ റഷ്യ വാങ്ങുന്ന പണം ഉക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കില്ല എന്ന് എന്തുറപ്പാണ് ലഭിച്ചത് എന്നാണ്. കാരണം
റഷ്യ ഉക്രൈൻ യുദ്ധം 4 വർഷമായിട്ടും തുടരുകയാണ് എന്നതും അവർ ചൂണ്ടിക്കാട്ടുന്നു. എണ്ണവില പിടിച്ചു നിർത്താനാണെങ്കിലും ഇന്ന് അതേ ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ വിജയമാണ്. ഇന്ത്യ റഷ്യൻ ക്രൂഡ് വാങ്ങുന്നത് നിർത്തിയിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബ്ലൂംബർഗിന്റെ വിവരപ്രകാരം ഇന്ത്യ റഷ്യൻ ടാങ്കറുകളിൽ നിന്ന് 3 കോടി ബാരൽ റഷ്യൻ ക്രൂഡ് വാങ്ങിയിട്ടുണ്ട്. ട്രംപിന്റെ നിബന്ധനകൾ വന്നതിന് ശേഷം കഴിഞ്ഞ 2 മാസങ്ങളിൽ വാങ്ങിയതിന്റെ കണക്കാണ് ഇത്. കടലിൽ ചരക്കുകളുടെ ഒഴുക്കുകൾ സംബന്ധിച്ച ഡേറ്റ നൽകുന്ന കെപ്ലർ അനുസരിച്ച് ഇന്ത്യ ഈ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ അങ്കോളയിൽ നിന്ന് ഏകദേശം 3.4 ദശലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തു. സമാനമായി കോൺഗോ റിപ്പബ്ലിക്കിൽ നിന്ന് 1.9 ദശലക്ഷം ബാരലുകൾ വാങ്ങി. മൊത്തത്തിൽ ഡേറ്റ സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഏകദേശം 100 മില്യൺ ബാരലുകൾ ക്രൂഡ് ഓയിൽ സുലഭമായി ലഭിക്കുമെന്നതാണ്. LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വിതരണങ്ങളിലേക്ക് വരുമ്പോൾ LPGയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇറക്കുമതിക്കാരായ ഇന്ത്യ പ്രതിവർഷം ഏകദേശം 31.3 ദശലക്ഷം ടൺ LPG ഉപയോഗിക്കുന്നുണ്ട്. ഭവനങ്ങളിലെ അടുക്കളകളിലും 90% റെസ്റ്റോറന്റുകളിലും അടുപ്പ് പുകയുന്നത് LPG കാരണമാണ്. LPG ഉപയോഗത്തിൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്ന ശേഷം ആഭ്യന്തര LPG ഉൽപാദനം ഏകദേശം 25% വർദ്ധിച്ചു. അധിക ഉൽപാദനം പൂർണ്ണമായും ഗാർഹിക ഉപയോഗത്തിനാണ് വിതരണം ചെയ്യുന്നത്. എന്നിരുന്നാലും ഇത് റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും ലഭ്യത കുറവ് സൃഷ്ടിച്ചിട്ടുണ്ട്. പല ഭക്ഷണശാലകളും അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ അവരുടെ മെനു കുറയ്ക്കുകയോ ചെയ്യുന്നു. കഴിഞ്ഞ വർഷം മംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്ത ഭൂഗർഭ LPG സംഭരണശാല ഇവിടെ സഹായകമാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ സംഭരണശാല 500 മീറ്റർ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 80,000 ടണ്ണാണ് സംഭരണശേഷി. രണ്ടാം ഭൂഗർഭ സൗകര്യം വിശാഖപട്ടണത്താണ്. അത് 60,000 ടൺ LPG ശേഷിയുള്ളതാണ്. കുറച്ചു മാസം മുൻപ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിനിടെ ഇത്തരം കൂടുതൽ ഭൂഗർഭ ഗുഹകൾ നിർമ്മിക്കുന്ന സാധ്യത പരിശോധിക്കാൻ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ ഉറവിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്ന് LPG കാർഗോകൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് എന്ന് സർക്കാർ പറയുന്നു. ഇറാൻ യുദ്ധത്തിന് മുൻപ് തന്നെ ഖത്തറിലും സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യക്ക് ആവശ്യമായ LPG ഇറക്കുമതി ചെയ്തിരുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം 2 ആഴ്ച വരെ ഇവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകളുടെ യാത്ര നിലച്ചിരുന്നു. ശക്തമായ നയതന്ത്ര ഇടപെടലുകൾക്ക് ശേഷമാണ് ഇന്ത്യക്കുള്ള കപ്പലുകളെ ഹോർമൂസ് കടലിടുക്ക് വഴി കടത്തിവിടാൻ ഇറാൻ സമ്മതിച്ചത്. യുദ്ധത്തിൽ ഇറാന് പിന്തുണ പരസ്യമായി നൽകിയ ചൈനയ്ക്ക് മാത്രമാണ് ആദ്യം കപ്പലുകൾ കൊണ്ടുപോകാൻ അനുമതി ലഭിച്ചത്. ഇറാന്റെ അനുമതിയില്ലാതെ സഞ്ചരിക്കാൻ നോക്കിയ 2 കപ്പലുകൾ ഇറാഖ് മേഖലയിൽ ആക്രമിക്കപ്പെട്ടു. അതിനിടെയാണ് ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്രയ്ക്ക് അനുമതി നൽകിയത്. ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ട 3 കപ്പലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിലെത്തി. മുംബൈയിലും ഗുജറാത്തിലുമാണ് ഈ കപ്പലുകൾ എത്തിയത്. ഗുജറാത്തിൽ എത്തിയത് LPG കൊണ്ടുവന്ന കപ്പലാണ്. ഇനിയുള്ള കപ്പലുകളും താമസിയാതെ എത്തുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ രാജ്യത്തെ പാചകവാതക ക്ഷാമം ഇല്ലാതാകും. വീണ്ടും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും തുറക്കും. ജീവിതം സാധാരണ രീതിയിലാകും. യുദ്ധം നീണ്ടുപോകുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ വിശകലനം ചെയ്യുന്ന വിദഗ്ധർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഇന്ത്യയെ ബാധിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാനുമായി നിരന്തരം സമ്പർക്കത്തിലാണ് എന്ന് സർക്കാർ പറയുന്നു. മുൻ അംബാസിഡറും മുൻ വിദേശകാര്യ മന്ത്രാലയ വക്താവും കൂടിയായ S ജയശങ്കറിന്റെ നയതന്ത്രം ഭാവിയിലും മുതൽക്കൂട്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. യുദ്ധം തുടരുമ്പോഴും ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നത് ഉറപ്പാക്കുക എന്നതാകും S ജയശങ്കറിന്റെ ഉദ്യമം. റഷ്യൻ എണ്ണ വാങ്ങുന്നത് കൂട്ടിയും ഇന്ത്യക്ക് സാധാരണ രീതിയിൽ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാം.